എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വേദാന്തത്തിന്റെ 3 ദൈവസങ്കല്പങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ വേദാന്തത്തിന്റെ പരമസത്യമായ ബ്രഹ്മത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ബ്രഹ്മം എന്നത് എല്ലാ നാമരൂപങ്ങൾക്കും വാക്കുകൾക്കും ചിന്തകൾക്കും അതീതമായ യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ബ്രഹ്മം എല്ലാത്തിനും അതീതമാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ ആരാണ് സൃഷ്ടിച്ചത്? ആരാണ് അതിനെ സംരക്ഷിക്കുന്നത്? ഇവിടെയാണ് വേദാന്തം മറ്റൊരു പ്രധാന ആശയം അവതരിപ്പിക്കുന്നത്. അതാണ് ഈശ്വരൻ. ഇന്നത്തെ വീഡിയോയിൽ ആരാണ് ഈശ്വരൻ, ബ്രഹ്മവും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഉപനിഷത്തുക്കൾ ഈശ്വരനെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രിയമുള്ളവരെ, വേദാന്ത ഇൻ സിമ്പിൾ ലോജിക് എന്ന വീഡിയോ പരമ്പരയിലേക്ക് സ്വാഗതം. വേദങ്ങൾ, വേദാന്തം, മഹാവാക്യങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പരമ്പരയാണിത്. പഴയ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ഈശ്വരനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ദൈവം എന്ന സങ്കല്പത്തെ വേദാന്തം അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വേദാന്തത്തിൽ ദൈവത്തെ മനസ്സിലാക്കാൻ 2 പ്രധാന മാർഗങ്ങളുണ്ട്. ഒന്ന് ബ്രഹ്മം, മറ്റേത് ഈശ്വരൻ. ഒന്ന് നമ്മുടെ ചിന്തകൾക്കും മനസ്സിനും അതീതമായ ദൈവമാണ്, ബിയോണ്ട്. രണ്ടാമത്തേത് നമ്മുടെ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന അനുഭവയോഗ്യമായ ദൈവമാണ്, ഹിയർ ആൻഡ് നൗ. പരമസത്യമായ ദൈവത്തെ നിർഗുണ ബ്രഹ്മം എന്ന് പറയുന്നു. ഗുണങ്ങളോട് കൂടിയ ദൈവത്തെ സഗുണ ബ്രഹ്മം എന്ന് പറയുന്നു. ഒരു ദൈവം ഏറ്റവും ഉയർന്ന സത്യമായതുകൊണ്ട് അത് പരബ്രഹ്മനാണ്. എന്നാൽ ഈശ്വരനാകട്ടെ അപരബ്രഹ്മനാണ്. ബ്രഹ്മം പാരമാർത്ഥിക സത്യമാണ്, എന്നാൽ ഈശ്വരൻ വ്യാവഹാരിക സത്യമാണ്. ബ്രഹ്മം എന്നത് ട്രാൻസെൻഡന്റ് റിയാലിറ്റിയാണ്, എന്നാൽ ഈശ്വരൻ എന്നത് ഇമ്മനന്റ് റിയാലിറ്റിയാണ്. ബ്രഹ്മം എന്നത് നമ്മുടെ ചിന്തയ്ക്കും സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള യാഥാർത്ഥ്യമാണ്, എന്നാൽ ഈശ്വരനാകട്ടെ നമുക്ക് ചുറ്റുമുള്ള അനുഭവയോഗ്യമായ ദൈവസങ്കല്പമാണ്. എന്നാൽ ഇവിടെ സ്വാഭാവികമായ ഒരു ചോദ്യം ഉയരാം. അപ്പോൾ പിന്നെ ബ്രഹ്മം മാത്രം പോരെ? എന്തിനാണ് നമുക്ക് ഈശ്വരൻ? നമ്മൾ ഈ വീഡിയോ സീരീസിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഹിന്ദു മതത്തിലെ ദൈവസങ്കല്പം വളരെ സങ്കീർണമാണ്. മറ്റു മതങ്ങളുടെ ദൈവസങ്കല്പം താരതമ്യേന ലളിതമാണ്. ഇവിടുത്തെ ചോദ്യം ഇതാണ്, എന്തിനാണ് ഈശ്വരൻ? ബ്രഹ്മം മാത്രം പോരെ? വേദാന്തത്തിന്റെ ഉത്തരം നമുക്ക് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കൂ. പുഴക്കരയിൽ ഒരു കളിമൺ കൂമ്പാരം നിങ്ങൾ കാണുന്നു. കുറച്ചപ്പുറത്ത് മനോഹരമായ കളിമൺ പാത്രങ്ങൾ നിങ്ങൾ കാണുന്നു. സ്വാഭാവികമായും നിങ്ങളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉയരാം. ഈ കളിമൺ പാത്രങ്ങൾ എങ്ങനെ ഉണ്ടായി? കാരണം കളിമൺ കൂമ്പാരം കാണിച്ച് കളിമൺ പാത്രങ്ങളെ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അതേപോലെ നിങ്ങൾ രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. വലിയൊരു പാറക്കല്ല് മനോഹരമായ ശില്പമായി മാറി. ഇതെങ്ങനെ സംഭവിച്ചു? അതേപോലെ അകർത്താവും നിർഗുണവുമായ ബ്രഹ്മം എങ്ങനെ പ്രപഞ്ചമായി മാറി? നമ്മൾ ഇന്ന് കാണുന്ന അനുഭവിക്കുന്ന ഈ പ്രപഞ്ചം എങ്ങനെ സംഭവിച്ചു? ഈ ഉദാഹരണങ്ങളിലെല്ലാം ഒരു മിസ്സിംഗ് ലിങ്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കാരണം കളിമൺ കൂമ്പാരം തനിയെ കളിമൺ പാത്രമായി മാറില്ല. അതിന് ഒരു കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സൃഷ്ടാവ് വേണം. ഒരു പാറക്കല്ല് തനിയെ ശില്പമായി മാറില്ല. അതിനൊരു സ്കൾപ്ചർ അല്ലെങ്കിൽ ഒരു ശില്പി ആവശ്യമാണ്. അതുപോലെ ബ്രഹ്മം ഒരിക്കലും പ്രപഞ്ചമായി മാറില്ല. അതിന് ഈശ്വരൻ എന്ന സങ്കല്പം നമുക്ക് വേണം. അകർത്താവായ ബ്രഹ്മത്തിന്റെ കർത്താവായ ഡയമെൻഷനാണ് ഈശ്വരൻ. ഇനി നമുക്ക് ഈശ്വരൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈശ്വരന് ഈ പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ കഴിവ് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? വേദാന്തം അതിനെ മായ എന്ന് വിളിക്കുന്നു. വേദാന്തത്തിലെ വളരെ പ്രധാനപ്പെട്ട ആഴമേറിയ ഒരു വിഷയമാണ് മായ. മായ എന്നാൽ ക്രിയേറ്റീവ് കപ്പാസിറ്റി, അതായത് ക്രിയേറ്റീവ് പവർ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ നിർഗുണ ബ്രഹ്മമുണ്ട്. മായ നിർഗുണ ബ്രഹ്മവുമായി ചേരുമ്പോൾ ഈശ്വരൻ ഉണ്ടാകുന്നു. സൃഷ്ടി സ്ഥിതി ലയത്തിന്റെ കർത്താവായ ഈശ്വരൻ ഉണ്ടാകുന്നു. ഇനി വേദാന്തം പറയുന്ന ഈ ഫോർമുല നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ബ്രഹ്മൻ പ്ലസ് മായ ഈസ് ഈക്വൽ ടു ഈശ്വരൻ. ബ്രഹ്മത്തിനോട് കൂടി മായ ചേരുമ്പോൾ ഈശ്വരൻ ഉണ്ടാകുന്നു. ഈശ്വരൻ പ്ലസ് മായ ഈസ് ഈക്വൽ ടു ക്രിയേഷൻ. സൃഷ്ടി എന്ന് പറയുന്നത് ഈശ്വരൻ മായാശക്തി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ്. ബ്രഹ്മം എന്നത് നിർഗുണമായും അകർത്താവുമായി തുടരുന്നു. എന്നാൽ ഈശ്വരൻ എന്നത് ഗുണങ്ങളോട് കൂടിയവനും കർത്താവുമായി തുടരുന്നു. മായയുടെ സാന്നിധ്യമാണ് ബ്രഹ്മത്തെ ഈശ്വരനാക്കുന്നത്. എന്നാൽ ഈ മായയ്ക്ക് വേറെ ഒരു പ്രധാനപ്പെട്ട തലം കൂടിയുണ്ട്, അജ്ഞാനത്തിന്റെ ഒരു തലം.
പ്രിയമുള്ളവരെ, നമ്മൾ മായ എന്ന വിഷയത്തിൽ ഒരു വീഡിയോ സീരീസ് ചെയ്തിട്ടുണ്ട്. ദയവായി അത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മായ എന്ന വിഷയത്തെക്കുറിച്ച് സമഗ്രമായി മനസ്സിലാക്കാൻ അത് നിങ്ങളെ സഹായിക്കും. ഇനി നമുക്ക് ഉപനിഷത്തുക്കൾ ഈശ്വരനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് നോക്കാം. ചാന്തോക്യ ഉപനിഷത്തും തൈത്തിരീയ ഉപനിഷത്തും ഈശ്വരന് നിർവചനം നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനമാണ് അഭിന്ന നിമിത്ത ഉപാദാന കാരണം. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കാരണം എന്നാൽ കാരണം എന്ന് തന്നെയാണ്. ഉപാദാനം എന്നാൽ മെറ്റീരിയൽ കോസ്, വസ്തു കാരണം. നിമിത്തം എന്നാൽ ഇന്റലിജന്റ്, നോളജ്, ബുദ്ധി എന്നെല്ലാം അർത്ഥമുണ്ട്. അപ്പോൾ ഇന്റലിജന്റ് കോസ്. അഭിന്നം എന്നാൽ നോൺ സെപ്പറേറ്റ്, നോൺ ഡിഫറെന്റ്, ഭിന്നമായിട്ടില്ലാത്തത് എന്നാണ് അർത്ഥം. അതായത് ഈശ്വരൻ എന്നത് ഈ പ്രപഞ്ചത്തിന്റെ വസ്തു കാരണവും ബുദ്ധി കാരണവും ആണ്. മാത്രവുമല്ല, ഈശ്വരിൽ നിന്ന് വേറിട്ട് ഒരു സൃഷ്ടിയുമില്ല. സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാണ്. ഒരു സാധാരണക്കാരന്റെ മനസ്സിന് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു നിർവചനമാണിത്. അതുകൊണ്ട് വേദാന്തം 3 ഉദാഹരണങ്ങളിലൂടെ ഇത് വ്യക്തമാക്കി തരുന്നു. വേദാന്തത്തിന്റെ ദൈവസങ്കല്പം മറ്റു മതങ്ങളിലെ ദൈവസങ്കല്പവുമായി പൂർണ്ണമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആദ്യം നമുക്ക് മറ്റ് മതങ്ങളിലെ സൃഷ്ടി ദൈവസങ്കല്പവും വേദാന്തത്തിന്റെ സൃഷ്ടി ദൈവസങ്കല്പത്തെക്കുറിച്ചും മനസ്സിലാക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മറ്റു മതങ്ങളുടെ സൃഷ്ടി സങ്കല്പം വളരെ ലളിതമാണ്. ഒരു വാചകത്തിൽ അവർ ആ സൃഷ്ടി സങ്കല്പത്തെ വിവരിക്കുന്നു. അതാണ് ക്രിയാത്തിയോ എക്സ് നിഹിലോ, ക്രിയേഷൻ ഔട്ട് ഓഫ് നത്തിങ്. ദൈവം ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അത്രയേ ഉള്ളൂ. എന്നാൽ വേദാന്തത്തിന്റെ സൃഷ്ടി സങ്കല്പം സങ്കീർണമാണ്. വേദാന്തം പറയുന്നത്, നിങ്ങൾ ഒരു സൃഷ്ടി കാണുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ 2 കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന് ഒരു സൃഷ്ടാവും മറ്റത് ഒരു വസ്തുവും. വേദാന്തത്തിന്റെ ഡെഫിനിഷൻ മെറ്റീരിയൽ പ്ലസ് ഇന്റലിജൻസ് ഈസ് ഈക്വൽ ടു ക്രിയേഷൻ എന്നാണ്. ശൂന്യതയിൽ നിന്ന് വസ്തുക്കൾ സൃഷ്ടിക്കുന്നതിനോട് വേദാന്തം യോജിക്കുന്നില്ല. നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ. ഈ മൺപാത്രം ചൂണ്ടിക്കാണിച്ച് ഇത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഞാൻ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ ലോജിക് അത് അനുവദിക്കുമോ? അതുപോലെ ഈ പ്രപഞ്ചത്തെ ചൂണ്ടിക്കാണിച്ച് ഇത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ദൈവം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന ലോജിക്കിനോട് നമ്മുടെ ഋഷീശ്വരന്മാർ യോജിക്കുന്നില്ല. അവർ ഈശ്വരനെ ലോജിക്കലായി വിവരിക്കുന്നു. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വേദാന്തത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത്, ഒരു സൃഷ്ടിക്ക് പുറകിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണം. ഒന്ന് ഉപാദാനം, 2 നിമിത്തം, അതായത് മെറ്റീരിയൽ ആൻഡ് ഇന്റലിജൻസ്. പ്രിയമുള്ളവരെ, ആദ്യം നമുക്ക് ചുറ്റും കാണുന്ന ഒരു ഉദാഹരണത്തിൽ നിന്ന് ആരംഭിക്കാം. നിങ്ങൾ ഒരു കാർപ്പന്റർ അല്ലെങ്കിൽ ഒരു ആശാരിയെ കുറിച്ച് ചിന്തിക്കൂ. അദ്ദേഹം മനോഹരമായ ഫർണിച്ചറുകൾ സൃഷ്ടിക്കുന്നു. ഇവിടെ ഫർണിച്ചർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്? മരം. ഇനി ഈ മരം മുറിക്കാനും അത് ഷേപ്പ് ആക്കാനും ഇതിനൊക്കെയുള്ള സ്കില്ലും നോളജും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ സ്കിൽ, നോളജ് പ്ലസ് മെറ്റീരിയൽ, അതായത് നോളജ് പ്ലസ് മെറ്റീരിയൽ വെച്ച് അദ്ദേഹം ഓരോ സൃഷ്ടികൾ ഉണ്ടാക്കുന്നു. അതേപോലെ ഈശ്വരനും മെറ്റീരിയലും ഇന്റലിജൻസും ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. എന്നാൽ ഈ ഉദാഹരണത്തിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഒരു ആശാരിക്ക് അദ്ദേഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ട മെറ്റീരിയൽ, അതായത് വസ്തു വേണമെങ്കിൽ അദ്ദേഹത്തിന് കാട്ടിലേക്ക് പോകാം, ഇഷ്ടം പോലെ മരം മുറിച്ചെടുക്കാം. എന്നാൽ നിങ്ങൾ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കൂ. മെറ്റീരിയലിന് വേണ്ടി ഈശ്വരൻ എങ്ങോട്ട് പോകും? മാത്രവുമല്ല, ഉപനിഷത്തുകൾ പറഞ്ഞു കഴിഞ്ഞു, ഇദം അഗ്രേ ആസീത്, തുടക്കത്തിൽ ബ്രഹ്മം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പോൾ ഈശ്വരന് വസ്തു അന്വേഷിച്ച് എങ്ങോട്ട് പോകാൻ കഴിയില്ല. രണ്ടാമത്തത്, നമ്മളുടെ ഈശ്വര സങ്കല്പത്തിന്റെ നിർവചനത്തിൽ സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാണെന്ന് പറയുന്നു. എന്നാൽ ഇവിടെ ഫർണിച്ചറും അതുണ്ടാക്കുന്ന ആശാരിയും ഒന്നല്ല, അത് 2 ഇത് നമ്മളെ അടുത്ത ഉദാഹരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. മുണ്ടക ഉപനിഷത്ത് ഈശ്വരനെ ഒരു ചിലന്തിയോട് ഉപമിച്ച് നിർവചനം നൽകിയിട്ടുണ്ട്. യഥോ ഊർണനാഭി സൃജതേ ഗൃണതേ ച തഥാ. നിങ്ങൾ ഒരു ചിലന്തിയെ ശ്രദ്ധിക്കൂ. വല എന്നത് ചിലന്തിയുടെ സൃഷ്ടിയാണ്. എന്നാൽ അതിനുള്ള വസ്തു, മെറ്റീരിയലിന് വേണ്ടി ചിലന്തി എവിടേക്കാണ് പോകുന്നത്? അത്ഭുതമെന്ന് പറയട്ടെ, അത് ആ വസ്തു സ്വയം സൃഷ്ടിക്കുന്നു. അതാണ് ഊർണനാഭി. അതിന്റെ ശരീരത്തിൽ നിന്ന് അതിനാവശ്യമായുള്ള മെറ്റീരിയൽ അത് ഉണ്ടാക്കുന്നു. ഇനി വല നെയ്യാനുള്ള ഇന്റലിജൻസോ, അതും ചിലന്തിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു ചിലന്തി മറ്റ് ഒരു വസ്തുവിന്റെയും ആശ്രയമില്ലാതെ അതിന്റെ സൃഷ്ടി നടത്തുന്നു. ഇതേപോലെ ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള വസ്തുക്കൾ അന്വേഷിച്ചു പോകുന്നില്ല, മറിച്ച് ഈ പ്രപഞ്ചം ഈശ്വരനിൽ പ്രകടമാവുകയാണ് ചെയ്യുന്നത്.
പ്രിയമുള്ളവരെ, ഇവിടെ ഒരു തെറ്റിദ്ധാരണ നീക്കേണ്ടതുണ്ട്. സത്യത്തിൽ ഈശ്വരന് രൂപമില്ല. ഞാൻ ഈ വീഡിയോ മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ദേവതകൾക്ക് മാത്രമേ രൂപമുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ഈശ്വരനെ രൂപത്തോടെ സങ്കല്പിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല. ഇനി ഈ ഉദാഹരണത്തിന് ഒരു പ്രധാന പ്രശ്നമുണ്ട്. എന്താണത്? ഇവിടെ സൃഷ്ടിയും സൃഷ്ടാവും വേറെ വേറെയാണ്. എന്നാൽ ഉപനിഷത്ത് നിർവചനത്തിൽ നമ്മൾ മനസ്സിലാക്കി അഭിന്നം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഭിന്നമായിട്ടല്ല, ഈശ്വരനിൽ നിന്ന് വേറിട്ടല്ല ഈശ്വരന്റെ സൃഷ്ടികൾ. മറ്റു മതങ്ങളുടെ സങ്കല്പങ്ങളിൽ നിന്ന് വേദാന്ത സങ്കല്പം ഇവിടെയാണ് വ്യത്യാസപ്പെടുന്നത്. മറ്റു മതസങ്കല്പങ്ങളിൽ ഈശ്വരനും അതായത് സൃഷ്ടാവും സൃഷ്ടിയും വേറെ വേറെയാണ്. സൃഷ്ടാവ് സൃഷ്ടിച്ചതിന് ശേഷം ദൂരെ ഒരിടത്ത് നിൽക്കുന്നു. എന്നാൽ വേദാന്തത്തിൽ സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാണ്. ഇനി നമുക്ക് അവസാനത്തെ ഉദാഹരണം നോക്കാം. പ്രിയമുള്ളവരെ, ഈ ഒരു ഉദാഹരണത്തോടു കൂടി ഈശ്വര നിർവചനം, അതായത് അഭിന്ന നിമിത്ത ഉപാദാന കാരണം എന്നത് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേദാന്തം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സ്വപ്നത്തിന്റെ ഉദാഹരണമാണ്. നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കൂ. ഓരോ രാത്രിയും നിങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്ന ലോകം നിങ്ങൾ സൃഷ്ടിക്കുന്നു. ആ ലോകത്ത് ആളുകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, മരങ്ങളുണ്ട്, നിങ്ങളുണ്ട്. ഇനി നിങ്ങൾ എങ്ങനെ ഈ സ്വപ്ന ലോകം സൃഷ്ടിച്ചു? അതിനുള്ള ശക്തി എവിടുന്ന് വന്നു? ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം നമ്മൾ ഇത് മായാശക്തി ഉപയോഗിച്ചാണ് സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഈ പ്രപഞ്ചത്തിന്റെ വസ്തു എന്താണ്? പുറത്ത് നിങ്ങളൊരു ഫർണിച്ചർ കണ്ടാൽ അതിന്റെ വസ്തു മരമാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഫർണിച്ചറിന്റെ വസ്തു എന്താണ്? അത് നിങ്ങൾ തന്നെയാണ്. ഇനി ഈ പ്രപഞ്ചത്തിന്റെ ഇന്റലിജന്റ് കോസ്, ഇവിടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആ ബുദ്ധി, അത് ആരുടേതാണ്? അതും നിങ്ങൾ തന്നെയാണ്. ഇനി ചിന്തിച്ചു നോക്കൂ, ഈ സ്വപ്ന ലോകം നിങ്ങളിൽ നിന്ന് അഭിന്നമാണോ? അല്ല, അത് നിങ്ങൾക്കുള്ളിലാണ് സംഭവിക്കുന്നത്, അല്ലേ? അത് നിങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പ്രപഞ്ചം നിങ്ങളിൽ നിന്ന് വിഭിന്നമല്ല. ഇതേപോലെയാണ് ഈശ്വരനും. ഈശ്വരൻ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ വസ്തു കാരണമായും ഈശ്വരൻ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ബുദ്ധി കാരണമായും അഭിന്നമായി നിലനിൽക്കുന്നു. ഈശ്വരനിൽ നിന്ന് വേറിട്ട് ഒരു സൃഷ്ടിയും നിലനിൽക്കുന്നില്ല. ഇതാണ് അഭിന്ന നിമിത്ത ഉപാദാന കാരണം. ഇനി നമ്മൾ ഈശ്വരന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട 3 ഫംഗ്ഷനുകളെ കുറിച്ച് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈശ്വരന്റെ 3 ഫംഗ്ഷനുകളാണ്. അതിനെ വേദാന്തത്തിൽ ത്രിമൂർത്തി സങ്കല്പം എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, തെറ്റിദ്ധരിക്കരുത്. ഇത് 3 ഈശ്വരനല്ല, മറിച്ച് ഈശ്വരന്റെ 3 ഭാവങ്ങളാണ്. ഈശ്വരൻ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നത് അനേകായിരം ദേവതകളിലൂടെയാണ്. അതിൽപ്പെട്ട 3 പ്രധാന ദേവതകളാണ് ത്രിമൂർത്തികൾ. ആദ്യത്തേത് സൃഷ്ടി, അത് ബ്രഹ്മാജി നിറവേറ്റുന്നു. അടുത്തത് സ്ഥിതി, അത് മഹാവിഷ്ണുവാണ് നിറവേറ്റുന്നത്. അടുത്തത് ലയം, മഹേശ്വരൻ നിറവേറ്റുന്നു. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ച് വിശദമായി നോക്കാം. ഈശ്വരന്റെ ആദ്യത്തെ പ്രവൃത്തി സൃഷ്ടിയാണ്. പ്രിയമുള്ളവരെ, വേദാന്തത്തിൽ സൃഷ്ടി എന്ന് പറയുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നതല്ല, മറിച്ച് 2 കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. വ്യക്തം, അവ്യക്തം, അതായത് മാനിഫെസ്റ്റ്, അൺമാനിഫെസ്റ്റ്. നിങ്ങൾ ഈ മരത്തിന്റെ ഉദാഹരണം നോക്കൂ. ഈ വിത്തിൽ ആ മരം ഉണ്ടോ? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അവ്യക്തമായി ഉണ്ട് എന്ന് നമുക്ക് പറയാം. നമുക്ക് മരത്തിനെ വിത്തിൽ കാണാൻ കഴിയില്ല, പക്ഷെ അവ്യക്തമായി മരം വിത്തിലുണ്ട്. ആ വിത്താണ് മരമായി മാറുന്നത്. അവ്യക്തമായിരിക്കുന്ന അവസ്ഥ ബീജാവസ്ഥ എന്ന് പറയുന്നു. അതാണ് വിത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തമായിരിക്കുന്ന അവസ്ഥ മരം. കുറെ കാലം കഴിയുമ്പോൾ ആ മരം ഇല്ലാതാകുന്നു, പക്ഷേ അടുത്ത വിത്തിലൂടെ ആ മരം വീണ്ടും പുനർജനിക്കുന്നു. ഇതാണ് ഈശ്വരന്റെ സൃഷ്ടി എന്ന സങ്കല്പം. ഈ ഭാവത്തെ ബ്രഹ്മദേവനാണ് മൂർത്തീകരിക്കുന്നത്. അടുത്തത് സ്ഥിതി. ഈശ്വരന്റെ രണ്ടാമത്തെ പ്രവർത്തനമാണ് സ്ഥിതി. നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. എല്ലാ കാര്യങ്ങളും വളരെ ക്രമമായും കൃത്യമായും നടക്കുന്നത് കാണാം. ഒരു പ്രിസിഷൻ ആൻഡ് ഓർഡർ. ആരാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒരു നിരീശ്വരവാദിക്കും ഇത് നിഷേധിക്കാൻ കഴിയില്ല. അവർ ഒരുപക്ഷെ ദൈവം ഇല്ല എന്ന് പറയുമായിരിക്കാം. എന്നാൽ അനേകായിരം ഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നത് ആരാണ്? ഗുരുത്വാകർഷണ ബലം നിയന്ത്രിക്കുന്ന ശക്തി ഏതാണ്? വിത്തിനെ വൃക്ഷമാക്കുന്നത് എന്താണ്? നമ്മൾ ഗാഢനിദ്രയിലാകുമ്പോഴും നമ്മുടെ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ആ ശക്തി ഏതാണ്? ആ ബുദ്ധിയാണ്, ആ കോസ്മിക് ഇന്റലിജന്റ് ആണ് ഈശ്വരൻ. മഹാവിഷ്ണു അതിനെ പ്രതിദാനം ചെയ്യുന്നു. ഈശ്വരന്റെ മൂന്നാമത്തെ പ്രവർത്തനമാണ് ലയം അഥവാ സംഹാരം. പ്രിയമുള്ളവരെ, സംഹാരം എന്നത് ഒന്നിനെ നശിപ്പിക്കുന്നതല്ല,
മറിച്ച് വ്യക്തമാവുന്നത് അവ്യക്തമാകുന്ന പ്രോസസ്സാണ്. അത് ഈ പ്രപഞ്ചത്തിലെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. പ്രപഞ്ചത്തിൽ ഒന്നും ശാശ്വതമായിട്ടില്ല, ബ്രഹ്മം എന്ന സത്യമൊഴികെ. ബാക്കി എല്ലാ മിഥ്യകൾക്കും ഒരു നാൾ ഇല്ലാതാകുന്നു. ഇതിന് മഹേശ്വരൻ പ്രതിനിധാനം ചെയ്യുന്നു. ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ ഈ 3 ഫംഗ്ഷനും വ്യക്തമായി മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ സൃഷ്ടി, സ്ഥിതി, ലയം എന്നത് തുടർച്ചയായ ഒരു ചക്രം പോലെ സംഭവിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ശരീരം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സൃഷ്ടി, സ്ഥിതി, ലയം അവിടെയുണ്ട്. കോശങ്ങൾ, പുതിയ അനേകായിരം കോശങ്ങൾ ജനിക്കുന്നു, നിലനിൽക്കുന്നു. ഓരോ ദിവസവും അനേകായിരം കോശങ്ങൾ ഇല്ലാതായിത്തീരുന്നു. നിങ്ങളുടെ മനസ്സ് ചിന്തിച്ചു നോക്കൂ. ഒരുപാട് ചിന്തകൾ ജനിക്കുന്നു, നിലനിൽക്കുന്നു, ആ ചിന്തകൾ അപ്രത്യക്ഷമാകുന്നു. ഇതുപോലെ പ്രപഞ്ചത്തിന്റെ എല്ലാ സ്ഥലത്തും വ്യാപിച്ച് നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം. നമുക്ക് സ്വപ്നത്തെക്കുറിച്ചുള്ള ഉദാഹരണത്തിലൂടെ ഇത് കൂടുതൽ വ്യക്തമാക്കാം. ഈ സ്വപ്ന ലോകത്തിന്റെ സൃഷ്ടാവ് ആരാണ്? നിങ്ങൾ തന്നെയാണ്. അതിന്റെ സ്ഥിതി ആരാണ്? അതും നിങ്ങളാണ്. അവസാനം ഈ സ്വപ്ന ലോകം എവിടേക്കാണ് ലയിക്കുന്നത്? നിങ്ങളിലേക്ക് ലയിക്കുന്നു. ഇത് 3ഉം സംഭവിക്കുന്നു. അടുത്ത ദിവസം രാത്രി വീണ്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈശ്വരനെ കുറിച്ചുള്ള ഒരു ഭഗവത്ഗീത ശ്ലോകത്തിലൂടെ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഭഗവത്ഗീതയിലെ 7-ാം അധ്യായം മുതലാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മൾ കാണുന്ന ഈശ്വര സങ്കല്പത്തെ വിവരിക്കുന്നത്. 7-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകമാണിത്. ശ്ലോകം ഇതാണ്: ഏതാദ്യോനീനി ഭൂതാനി സർവാണിത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവ പ്രളയസ്തദാ. ഈ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ശ്രദ്ധിക്കൂ. എന്നിൽ നിന്ന് സർവ്വ ജീവജാലങ്ങളും ഉദ്ഭവിക്കുന്നു. ഞാനാണ് എല്ലാത്തിന്റെയും ഉറവിടം. ജഗത് എന്നത് പ്രപഞ്ചമാണ്. പ്രഭവം എന്നാൽ ഉണ്ടാകുന്നു, അതായത് അതിന്റെ ക്രിയേഷൻ. പ്രളയം എന്നാൽ ഇല്ലാതാകുന്നു, അതായത് സൃഷ്ടിയും ലയവും സംഭവിക്കുന്നു. ഈ പ്രപഞ്ചം ഉണ്ടാവുകയും നിലനിൽക്കുകയും എന്നിലേക്ക് തന്നെ ലയിക്കുകയും ചെയ്യുന്നു. ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ കൃഷ്ണൻ 4 കാര്യങ്ങൾ പറയുന്നു. ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. എല്ലാ ജീവജാലങ്ങളുടെയും സോഴ്സ് ഞാനാണ്. ഈ പ്രപഞ്ചത്തിന്റെ വസ്തു കാരണം ഞാനാണ്. ഈ പ്രപഞ്ചത്തിന്റെ ബുദ്ധി കാരണവും ഞാനാണ്. അതായത് സമയത്തിന്റെ അവസാനം ഈ പ്രപഞ്ചം എന്നിലേക്ക് തന്നെ ലയിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതും ചർച്ച ചെയ്തതുമായ കാര്യങ്ങൾ ഭഗവാൻ കൃഷ്ണൻ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഭഗവത്ഗീതയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഒരേ സമയം ദേവതകളുടെ റോളിലും ഈശ്വരന്റെ റോളിലും ബ്രഹ്മത്തിന്റെ റോളിലും നമുക്ക് ഉപദേശങ്ങൾ നൽകുന്നു. നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈശ്വരന്റെ നിർവചനം അഭിന്ന നിമിത്ത ഉപാദാന കാരണം നമ്മൾ മനസ്സിലാക്കി. മാത്രവുമല്ല, ഈശ്വരന്റെ 3 ഫംഗ്ഷനുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഈശ്വരൻ എന്ന സങ്കല്പം വളരെ ആഴത്തിലുള്ളതും വിശാലവുമാണ്. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഈശ്വരന്റെ വിരാട് രൂപം, ഹിരണ്യഗർഭം, അന്തർയാമിത്വം എന്നതിനെക്കുറിച്ചും ഈശ്വരന്റെ 6 ഗുണങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാം. നിങ്ങളെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.